أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ ഖർദ് സരിയ അഥവാ യുദ്ധനീക്കത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധനീക്കത്തിന് പോകുന്നതിന് മുമ്പേ ചില സഹാബാക്കളെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് അയച്ചിരുന്നു. അതിന് പിന്നിൽ തൻ്റെ സൈന്യവുമായി പുറപ്പെട്ടു എന്നും പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളിൽ എഴുതുന്നു: ശത്രു സൈന്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും വരുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയി. മുസ്ലിങ്ങൾ ശത്രുക്കളുടെ താവളങ്ങളിൽ എത്തിയപ്പോൾ അവിടെ ഹസ്രത്ത് അബൂ ഖത്താദയുടെ കുതിര ഉണ്ടായിരുന്നു. അതിൻ്റെ പൃഷ്ഠഭാഗം ഛേദിക്കപ്പെട്ടിരുന്നു. ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂ ഖത്താദയുടെ കുതിരയുടെ പിൻഭാഗം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് 2 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നന്മ വരട്ടെ, യുദ്ധത്തിന് നിനക്ക് എത്രയധികം ശത്രുക്കളാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും മുന്നോട്ട് നീങ്ങി. ഹസ്രത്ത് അബൂ ഖത്താദയും മുസ്അദയും തമ്മിൽ മൽപ്പിടുത്തം നടന്ന സ്ഥലത്തെത്തി. കഴിഞ്ഞ ഖുത്ബയിൽ ഇതേപ്പറ്റി പറഞ്ഞതാണ്. ഹസ്രത്ത് അബൂ ഖത്താദയാണ് അവിടെ തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നത് എന്നവർ കരുതി. ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂ ഖത്താദ ഷഹീദായെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, അബൂ ഖത്താദയ്ക്ക് മേൽ കരുണ ചെയ്താലും. എനിക്ക് അന്തസ്സ് നൽകിയവനായ അസ്തിത്വമാണ് സത്യം. അബൂ ഖത്താദ ശത്രുക്കൾക്ക് പിന്നിൽ സ്തുതിഗീതം ആലപിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഹദ്രത്ത് അബൂ ഖത്താദ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സംഘം എൻ്റെ കുതിരയുടെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ പിൻഭാഗം ഛേദിക്കപ്പെട്ടതായി കണ്ടു. മാത്രമല്ല, ഒരാൾ എൻ്റെ പുതപ്പിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതായും കാണുകയുണ്ടായി. അപ്പോൾ അവർ ഒരുപക്ഷെ ഞാൻ ഷഹീദായി പോയിട്ടുണ്ടാകും എന്ന് കരുതി കാണും. ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് ഉമറും എത്രയും വേഗം മുന്നോട്ട് വന്ന് തുണി മാറ്റി നോക്കിയപ്പോൾ മുസ്അദയുടെ മുഖമാണ് കണ്ടത്. അവർ 2 പേരും പറഞ്ഞു, അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞ് സത്യമാകുന്നു. അപ്പോൾ സഹാബാക്കളും തക്ബീർ ചൊല്ലി. പിന്നെ കുറച്ച് സമയത്തിനകം തന്നെ അബൂ ഖത്താദ 100 ഒട്ടകങ്ങളെയും തെളിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂ ഖത്താദ, നിന്റെ മുഖം വിജയശ്രീലാളിതമായിരിക്കുന്നു. അബൂ ഖത്താദ കുതിരപ്പടയാളികളുടെ നേതാവാകുന്നു. അബൂ ഖത്താദ, അള്ളാഹു നിനക്കുമേൽ അനുഗ്രഹം ചൊരിയട്ടെ. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നിന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അനുഗ്രഹമുണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ ഖത്താദ, നിന്റെ മുഖത്ത് എന്തു പറ്റി? ഹദ്രത്ത് അബൂ ഖത്താദ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് മേൽ ദണ്ഡമായിരിക്കട്ടെ. എനിക്ക് ഒരു അമ്പ് കൊണ്ടതാണ്.
അങ്ങയെ അനുഗ്രഹവുമായി അയച്ച നാഥനാണേ സത്യം. ഞാൻ ആ അമ്പ് എടുത്തു മാറ്റിയെന്നാണ് കരുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖത്താദ എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുറെ കൂടി അടുത്തേക്ക് നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സാവധാനത്തിൽ അമ്പ് എടുത്തു മാറ്റുകയും തൻ്റെ ഉമിനീർ അതിൽ പുരട്ടുകയും കൈകൾ അതിനുമേൽ വെക്കുകയും ചെയ്തു. ഹദ്റത്ത് അബൂ ഖത്താദ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകത്വവുമായി അയച്ച നാഥനാണ് സത്യം. എനിക്ക് യാതൊരു പരുക്കോ മുറിവോ പറ്റാത്തതുപോലെ അനുഭവപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അബൂ ഖത്താദ തന്നെയാണ് അമ്പെടുത്ത് മാറ്റിയതെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ എന്തെങ്കിലും ബാക്കി കഷ്ണങ്ങൾ അവിടെ തങ്ങിയിട്ടുണ്ടാകാം. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു മാറ്റിയതുമാകാം. അതിൻ്റെ അടയാളം കാണപ്പെടുന്നുണ്ടായിരിക്കാം. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂ ഖത്താദയെ കണ്ടപ്പോൾ പറഞ്ഞു, അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ രോമങ്ങളിലും ചർമ്മത്തിലും അനുഗ്രഹം ചൊരിയണമേ. തുടർന്ന് പറഞ്ഞു, നിന്റെ മുഖം വിജയശ്രീലാളിതമായിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങയുടെ മുഖം വിജയശ്രീലാളിതമാകുന്നു. ഏതായാലും 70-ാമത്തെ വയസ്സിൽ അബൂ ഖത്താദ മരണപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം 15 വയസ്സുള്ള ഒരു യുവ കോമളിൻ്റേതുപോലെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹദ്റത്ത് സൽമ ഈ യുദ്ധത്തിൽ സൂ കർദിൽ വെച്ച് ശത്രുക്കളുമായി പോരാടിയതിനെക്കുറിച്ചും വിവരണമുണ്ട്. ഹദ്റത്ത് സൽമ പറയുന്നു, ഞാൻ ശത്രുക്കളുടെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അന്തസ് നൽകിയവനായ അസ്തിത്വമാണ് സത്യം. എനിക്ക് പിന്നിൽ ഒരു സഹാബിയെയും കാണുന്നുണ്ടായിരുന്നില്ല. അവർ വരുന്നതിൻ്റെ പൊടിപടലങ്ങളും ഞാൻ കണ്ടിരുന്നില്ല. ശത്രുക്കൾ സൂര്യാസ്തമയത്തിനു മുമ്പ് തന്നെ ഒരു താഴ്വരയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് സൂക്കർദ് എന്ന അരുവി ഉണ്ടായിരുന്നത്. അവർ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചെങ്കിലും എന്നെ കണ്ടപ്പോൾ അവിടെ നിന്നും പിന്മാറി. സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ അമ്പെയ്തു. ഞാൻ രാവിലെയും അയാളെ കണ്ടപ്പോൾ വീണ്ടും അമ്പെയ്തു. 2 അമ്പുകളും അയാൾക്ക് ഏറ്റു. അയാൾ 2 കുതിരകളെ ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു. ഞാൻ അവ രണ്ടിനെയും പിടികൂടി അവയെയും കൊണ്ട് വരികയായിരുന്നു. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയുണ്ടായി. അങ്ങനെ ഞാൻ അവയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ എത്തിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂഖർദ് എന്ന സ്ഥലത്ത് എത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരണവുമുണ്ട്. ഹദ്റത്ത് സൽമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായുടെ സമയത്ത് അവിടെ എത്തി താവളമടിച്ചു. അവിടെയാണ് ഞാൻ ശത്രുക്കളെ തടയുകയും ചെയ്തിരുന്നത്. ഞാൻ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഒട്ടകങ്ങളും സാധനങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധീനതയിൽ ആയിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് ബിലാൽ ഒട്ടകങ്ങളിൽ ഒന്നിനെ അറുക്കുകയുണ്ടായി. അത് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്തതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അതിൻ്റെ കരളും പൂഞ്ഞയും വേവിച്ചു കൊടുത്തു. ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ ഈന്തപ്പഴങ്ങൾ കയറ്റിയ 10 ഒട്ടകങ്ങളെയാണ് കൊടുത്തയച്ചത്. അതും അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടി. ഹദ്റത്ത് സൽമ പറയുന്നു, ഞാൻ പറഞ്ഞു, ഞാൻ ശത്രുക്കളെ വെള്ളത്തിൽ നിന്ന് തടഞ്ഞിരുന്നു. അവർ ദാഹിക്കുന്നവരുമായിരുന്നു. അങ്ങ് എന്നെ 100 യോദ്ധാക്കളോടൊപ്പം പറഞ്ഞയച്ചാലും ഞാൻ അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ എല്ലാ ചാരന്മാരെയും കൊല്ലുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. തീയുടെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ദന്തങ്ങൾ കാണുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, मलकता फसजे तुमने उन पर काबू पा लिया है तो नरमी अख्तियार करो. നിങ്ങൾ അവരെ പിടികൂടിയിരിക്കുന്നു എങ്കിൽ അവരോട് സൗമ്യമായി പെരുമാറുക. ഇത് അറബിയിലെ ഒരു ഭാഷാ പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ഏറ്റവും നല്ല രീതിയിൽ മാപ്പ് കൊടുക്കുന്നത് സൗമ്യമായി പെരുമാറിക്കൊണ്ടാണ്. കഠിനമായി അവരോട് വർത്തിക്കരുത്. അവരിനി പോയിട്ടുണ്ടെങ്കിൽ അവരെ വിടുക. അവരെ പിന്തുടരേണ്ട കാര്യമില്ല. ഈ യുദ്ധത്തിൻ്റെ സംഭവങ്ങളിൽ ഹദ്റത്ത് സൽമയുടെ ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, രാവിലെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് ഏറ്റവും നല്ല കുതിരപ്പടയാളി അബൂ ഖത്താദയും ഏറ്റവും നല്ല കാലാൾ സൽമ ബിൻ ഉഖ്ബയും ആകുന്നു. സൽമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കാലാളിൻ്റെയും
കുതിരപ്പടയാളിയുടെയും പങ്ക് നൽകുകയുണ്ടായി. പിന്നെ യാത്രയിൽ എന്നെ തൻ്റെ പിന്നിൽ ഒട്ടകത്തിൽ ഇരുത്തുകയും ചെയ്തു. ഈ യാത്രയിൽ ഹദ്രത്ത് സൽമയുടെ മറ്റൊരു സംഭവത്തെക്കുറിച്ചും നിവേദനങ്ങളിൽ പരാമർശമുണ്ട്. ഹദ്രത്ത് സൽമ പറയുന്നു, മദീനയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ മദീനയുടെ അടുത്തെത്തിയപ്പോൾ ഓട്ടത്തിൽ വളരെ മികച്ച ഒരു അൻസാരി എന്നോട് ഓട്ടത്തിൽ മത്സരിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ, അതായത് എന്നോടൊപ്പം മദീന വരെയും ഓടാൻ ആർക്ക് കഴിയും എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പലതവണ ഈ വിളംബരം ആവർത്തിച്ചു. പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പിന്നിലായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ അൻസാരി സാഹിബിയോട് ചോദിച്ചു, നീ ആദരണീയരായ വ്യക്തികളെ ബഹുമാനിക്കുന്നില്ലേ? ഇങ്ങനെ വിളംബരപ്പെടുത്തുമ്പോൾ നിനക്ക് ബഹുമാനരായ ആളുകളെ സംബന്ധിച്ച് ഭയമില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തണ്ടമായിരിക്കട്ടെ, എനിക്ക് ആ വ്യക്തിയുമായി ഓട്ടപ്പന്തയം നടത്താൻ അനുമതി നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ. അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു, വരൂ. പിന്നെ പറയുന്നു, ഞാൻ എൻ്റെ കാലുകളിൽ കുതിച്ചു പാഞ്ഞു. അങ്ങനെ ഒന്നോ രണ്ടോ താഴ്വരകൾ പിന്നിട്ടു. അതായത് അദ്ദേഹം മുന്നിലും ഞാൻ പിന്നിലുമായിരുന്നു. ഞാൻ എൻ്റെ സർവ്വശക്തിയും സംഭരിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഞാൻ വേഗത കൂട്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരെ എത്തി. അദ്ദേഹത്തിന് ചുമലിൽ കൈതട്ടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ നിന്നെ മുൻകടന്നിരിക്കുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അങ്ങനെ കരുതുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെയും പിന്നിട്ട് മദീനയിൽ എത്തുകയും ചെയ്തു. ഈ യുദ്ധനീക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് പുറത്ത് എത്ര കാലമാണ് തങ്ങിയത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുധനാഴ്ച രാവിലെ പുറപ്പെട്ടു. പിന്നെ ശത്രുക്കളിൽ നിന്നുള്ള എന്തെങ്കിലും അറിയിപ്പ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ ഒരു രാത്രിയും ഒരു ദിവസവും സൂഖർദിൽ താമസിച്ചു. തുടർന്ന് തിങ്കളാഴ്ച ദിവസം മദീനയിൽ തിരിച്ചെത്തി. ഇങ്ങനെ 5 രാത്രികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് പുറത്ത് കഴിച്ചുകൂട്ടിയത്. ഈ യുദ്ധത്തിൽ ഷഹീദായ സഹാബാക്കളുടെ വിവരണവും ഇങ്ങനെയാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഹദ്രത്ത് മെഹറസ് ബിൻ നസല ഷഹീദായി. ഇബ്നു ഹിഷാം പറയുന്നതനുസരിച്ച് ഇബ്നു വഖാസ് ബിൻ മുജസ്സസും ഷഹീദാവുകയുണ്ടായി. അദ്ദേഹത്തെ കൂടാതെ അബൂദറിൻ്റെ മകനും യുദ്ധത്തിനു മുമ്പേ ഒട്ടകങ്ങളുടെ തൊഴുത്തിൽ വെച്ച് ഷഹീദാക്കപ്പെട്ടു. കാഫ്രീങ്ങളെ സംബന്ധിച്ച് എഴുതുന്നു, കാഫ്രീങ്ങളിൽ നിന്ന് അബ്ദുറഹ്മാനു ബിൻ ഉയൈന, ഹബീബ് ബിൻ ഉയൈന, മുസാദ ബിൻ ഹിക്മ ഫസാരി, ഓബാർ, അയാളുടെ മകൻ എന്നിവർ കൊല്ലപ്പെട്ടു. അബൂദറിൻ്റെ ഭാര്യയെ ശത്രുക്കൾ ബന്ദിയാക്കി കൊണ്ടുപോയി. അതിനെപ്പറ്റി നേരത്തെ പരാമർശിച്ചു കഴിഞ്ഞതാണ്. അക്രമകാരികൾ അബൂദറിൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ശത്രുക്കൾ അവരെ ബന്ധനസ്ഥയാക്കി. അവർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ വീടിനു മുന്നിൽ രാത്രി കെട്ടിയിടാറുണ്ടായിരുന്നു. ഒരു രാത്രി ആ സ്ത്രീ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അടുത്തു തന്നെ കെട്ടിയിരുന്ന ഒട്ടകങ്ങളുടെ അടുത്തെത്തുകയും ചെയ്തു. അവർ ഏത് ഒട്ടകത്തിൻ്റെ അടുത്തെത്തുമ്പോഴും അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിനെ ഒഴിവാക്കി മറ്റൊന്നിൻ്റെ അടുത്തെത്തുമ്പോൾ അതും ശബ്ദമുണ്ടാക്കിയിരുന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒട്ടകമായ അസ്ബയുടെ അടുത്തെത്തി. അതിന് ശത്രുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോയതായിരുന്നു. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ അത് ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. വളരെ സമാധാനത്തിൽ തന്നെ അത് നിൽക്കുകയുണ്ടായി. കാരണം ആ ഒട്ടകം ഇണങ്ങിയതായിരുന്നു. ആ സ്ത്രീ പ്രസ്തുത ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര തിരിച്ചു. ശത്രുക്കൾക്ക് അവർ രക്ഷപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞപ്പോൾ അവരെ പിടികൂടാൻ ആഗ്രഹിച്ചു. പക്ഷെ പിടിക്കാൻ കഴിഞ്ഞില്ല. നിവേദകൻ പറയുന്നു, ആ സ്ത്രീ അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഈ ഒട്ടകം മുഖേന രക്ഷപ്പെടാനുള്ള അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ബലിയെറുക്കാൻ തയ്യാറാണെന്ന് നേർച്ച നേരുകയുണ്ടായി. അങ്ങനെ അവർ മദീനയിലെത്തി. ജനങ്ങൾ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ അസ്ബയാണല്ലോ. ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹു ഈ ഒട്ടകം മുഖേന എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയാണെങ്കിൽ അതിനെ ബലിയെറുക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നതാണ്. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ സ്ത്രീ ഒട്ടകത്തിന് എത്ര മോശമായ പ്രതിഫലമാണ് നൽകുന്നത്. ഇത് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു.
പക്ഷെ അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഇങ്ങനെയാണ് പോലും. ഈ ഒട്ടകം മുഖേന തനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അതിനെ ബലിയേർക്കാമെന്ന് നേർന്നിരിക്കുന്നു. ഇത് നല്ല പ്രതിഫലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തെങ്കിലും നേർച്ചകൾ ദൈവഹിതത്തിന് എതിരായി ചെയ്യുകയാണെങ്കിൽ അത് നിറവേറ്റേണ്ട കാര്യമില്ല. തൻ്റെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി നേർച്ച അനുവദനീയവുമല്ല. നീ അതിൻ്റെ ഉടമസ്ഥ പോലുമല്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എൻ്റെ ഒട്ടകമാണ്. നീ അതിനെ നന്മയോടുകൂടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇനി ഞാൻ മറ്റൊരു യുദ്ധനീക്കത്തെക്കുറിച്ച് പറയാം. ഇത് സരിയ ഹദരത്ത് അബാൻ ബിൻ സയ്യിദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സരിയ ഹിജറ 7-ാം വർഷം മുഹറം മാസത്തിലായിരുന്നു. മറ്റൊരു നിവേദനമനുസരിച്ച് ഈ സരിയ നടന്നത് 7-ാം വർഷം ജമാദിയുസ്സാനിയിൽ ആണെന്ന് പറയുന്നു. മറ്റൊരു നിവേദനമനുസരിച്ച് ഈ സരിയ നടന്നത് ഹിജറ 7-ാം വർഷം ജമാദിയുസ്സാനി മാസത്തിലാണെന്ന് പറയുന്നു. അതിനകത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സരിയ ഹിജരി 7-ാം വർഷം മുഹറം മാസത്തിലാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നടന്ന കാലത്തെപ്പറ്റി കൂടുതൽ വിശ്വാസയോഗ്യമായത് ഹിജരി 7-ാം വർഷം മുഹറം മാസത്തിലാണ് എന്നതാണ്. കാരണം നിവേദനങ്ങളിൽ പറയുന്നു, ഖൈബറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മദീനയിൽ നിന്ന് നജിദിലേക്ക് ഹദരത്ത് അബാൻ ബിൻ സയ്യിദിനെ അയച്ചിരുന്നു. ഖൈബറിലേക്കുള്ള യാത്ര ഹിജരി 7-ാം വർഷം മുഹറം മാസത്തിലായിരുന്നു. ഹദരത്ത് അബാനെ സംബന്ധിച്ച് പറയുന്നു, അബാന്റെ പിതാവ് ഖുറൈശികളുടെ ഉന്നതരിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ അമ്രും ഖാലിദും നേരത്തെ മുസ്ലിങ്ങളായിരുന്നു. ഹബിഷയിലേക്കുള്ള പലായനത്തിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. ഹദരത്ത് അബാൻ ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഹുദൈബിയ സന്ധിക്കിടയിൽ ഹദരത്ത് ഉസ്മാന് അഭയം നൽകിയിരുന്നു. അമ്രും ഖാലിദും തിരിച്ചു വന്നപ്പോൾ അവർ അബാൻ സന്ദേശം അയച്ചു. അങ്ങനെ അവർ 3 പേരും ഒന്നിച്ച് ഖൈബറിന്റെ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി അബാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് അബാൻ ബിൻ സയ്യിദ് ഹുദൈബിയ സന്ധിക്കും ഖൈബർ യുദ്ധത്തിനുമിടയിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേളയിൽ അബാൻ ബഹ്റൈനിലെ കൈകാര്യകർത്താവായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിന്റെ അടുത്ത് വരികയും ഷാമിലേക്ക് പോവുകയും ചെയ്തു. ഹിജറ 13-ാം വർഷം ഷഹീദായി. ഒരു നിവേദനമനുസരിച്ച് ഹിജറ 27-ൽ ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്താണ് മരണപ്പെട്ടത്. ഖൈബർ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബാൻ ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിൽ നജിദിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞയച്ചിരുന്നു. നജിദ് പകുതി മണലാരണ്യമാണ്, പക്ഷേ ഇവിടെ പച്ചളിപ്പുമുണ്ടായിരുന്നു. ഇതിന്റെ തെക്കുഭാഗത്ത് യമനാകുന്നു. വടക്കു ഭാഗത്ത് ഷാമിലെ മണൽപ്പരപ്പ് ഇറാഖ് വരെ എത്തിയിരുന്നു. അതിൻ്റെ പടിഞ്ഞാറിൽ ഹിജാസിന്റെ മണലാരണ്യമാണ്. ഈ സ്ഥലം ഭൂനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ്. ഇതിൻ്റെ ഉയർച്ച കാരണം അത് നജിദ് എന്നറിയപ്പെടുന്നു. ഈ സൈനിക നീക്കത്തിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിലും മദീനയെ ശത്രു ഗോത്രങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. ഈ ഗോത്രങ്ങൾ എപ്പോഴും മദീനയെ ആക്രമിക്കുന്നതിനുള്ള ഉചിതമായ സമയം പാർത്ത് കഴിയുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് മദീനയെ ആക്രമിക്കുന്നതിന് ഉചിതമായ സമയമാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ശത്രുക്കൾ കരുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പുറത്താണ്. ജനങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സൈന്യത്തിൽ മദീനയിൽ നിന്ന് പുറത്താണ്. മദീനയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മദീനയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആശങ്ക കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഏതെങ്കിലും യുദ്ധനീക്കത്തിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഗോത്രങ്ങൾക്കിടയിലേക്കും ചില സഹാബാക്കളെ അയച്ചിരുന്നു. ഈ സരിയയെക്കുറിച്ചുള്ള വിവരണത്തിൽ ബുഖാരിയിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബാനെ ഒരു സരിയയിൽ നിയോഗിച്ചുകൊണ്ട് മദീനയ്ക്ക് പുറത്ത് നജിദിലേക്ക് പറഞ്ഞയച്ചു. ഹസ്രത്ത് അബൂ ഹുറൈറ പറയുന്നു, അബാനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എത്തുന്നതിന് മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ കീഴടക്കിയിരുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറ പറയുന്നു, ഞാൻ പറഞ്ഞു, ഇവർ വിജയത്തിന് ശേഷമാണല്ലോ വന്നത്, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പങ്ക് കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഖൈബറിലെ സാമ്രാജ്യ സ്വത്തിൽ നിന്ന് ഒരു പങ്കും നൽകേണ്ടതില്ല. അങ്ങനെ അവർ 2 കൂട്ടരും പരസ്പരം അസ്വാരസ്യത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബാൻ ഇരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു വിഹിതവും നൽകിയില്ല. അദ്ദേഹം നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്തതായിരിക്കാം അതിനുള്ള കാരണം.
ഇനി മറ്റൊരു സുപ്രസിദ്ധ യുദ്ധത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണപ്പെടുന്നുണ്ട്. അത് ഖൈബർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖൈബർ വളരെ വിശാലമായ പച്ചളിപ്പുള്ള പ്രദേശമാണ്. അത് തടാകങ്ങളാലും വെള്ളത്തിൻ്റെ ആധിക്യത്താലും എപ്പോഴും പച്ച പിടിച്ചു കിടക്കുന്നു. അറേബ്യൻ ഉപദ്വീപിൽ ഈന്തപ്പനകളുടെ ഏറ്റവും വലിയ തോട്ടമായും ഇതറിയപ്പെടുന്നു. ഖൈബറിലെ കത്തീബി താഴ്വരയിൽ മാത്രം 40,000 ഈന്തപ്പഴത്തിൻ്റെ മരങ്ങളുണ്ട് എന്നതിൽ നിന്ന് അതിൻ്റെ ഫലഭൂയിഷ്ഠമായ മണ്ണിനെ സംബന്ധിച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നതാണ്. ഖൈബർ താഴ്വര മദീനയിൽ നിന്ന് വടക്ക് ഏകദേശം 96 മൈൽ ദൂരെയാണ്. ഇവിടെ വളരെ കാലം മുമ്പേ തന്നെ യഹൂദികൾ താമസിച്ചു വരുന്നു. ചരിത്ര നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മൂസാ നബി അലൈഹി സ്വലാമിയുടെ കാലം തൊട്ടേ ഇവിടെ ബനി ഇസ്രായേൽ വസിക്കുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നു, നെബൂഖദ് നേസറിൻ്റെ കാലം മുതൽ യഹൂദികൾ ഇവിടെ താമസമാക്കിയതാണ്. മറ്റു ചില നിവേദനങ്ങളിലും വളരെ പുരാതന കാലം മുതൽ തന്നെ ഇവിടെ യഹൂദികൾ വസിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ വലിയ വലിയ കോട്ടകൾ ഉണ്ടാക്കി ഇവിടെ താമസിക്കുന്നു. അവരുടെ പക്കൽ ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. അത് ഇപ്പോഴും പറയുകയും ചെയ്യുന്നു. ഖൈബർ എന്നതിൻ്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ കോട്ടകൾ എന്നാണ്. യഹൂദികളുടെ കുറച്ച് ഗോത്രങ്ങൾ മദീനയിലും താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഖൈബറിലെ യഹൂദികളെ വ്യതിരിക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇവിടെയുണ്ടായിരുന്ന യഹൂദികൾ മറ്റ് യഹൂദികളെ അപേക്ഷിച്ച് ധൈര്യത്തിലും യുദ്ധത്തിലും സ്ഥൈര്യം കാണിക്കുന്നവരായിരുന്നു. അവർ തമ്മിലുള്ള പരസ്പര ഐക്യം മറ്റുള്ളവരെക്കാളും അധികവുമായിരുന്നു. അത് കാരണം അറേബ്യയിൽ ശക്തിയിലും കഴിവിലും ഇവർ സുസംഘടിത സമൂഹമായി അറിയപ്പെടുന്നവരായിരുന്നു. മദീനയിലെയും ഖൈബറിലെയും യഹൂദികളുടെ ഇസ്ലാമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുമുള്ള നിലപാടുകൾ അവരുടെ ഗൂഢാലോചനയും പദ്ധതികളും കലാപത്തിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വെറുപ്പിലും ശത്രുതയിലും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരുന്ന ഈ സമൂഹം ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വ്യക്തിത്വത്തെയും ഇല്ലാതാക്കാൻ തങ്ങളുടെ മുഴുവൻ ശക്തികളെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാൽ അതിന് നേർ വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് എപ്പോഴും സൗമ്യമായി വർത്തിക്കുകയാണ് ചെയ്തത്. അവരുമായി സന്ധി ഉടമ്പടികൾ ഉണ്ടാക്കി. അവർ എപ്പോഴെങ്കിലും ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആദ്യം അവർക്ക് പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനുമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിനും പല പ്രാവശ്യം അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ബാഹ്യശക്തികളെ മദീനയെ ആക്രമിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന് പകരമായി ആ യഹൂദികൾക്ക് എല്ലാം ശക്തമായ ശിക്ഷ നൽകുമ്പോൾ പോലും അത് നീതിയുക്തമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊറുക്കലിൻ്റെയും മാപ്പ് കൊടുക്കലിൻ്റെയും അവസ്ഥ എത്രത്തോളമായിരുന്നു എന്നാൽ ഇതെല്ലാം ആയിരുന്നിട്ട് പോലും അവരുടെ ജീവനും സമ്പത്തിനും സംരക്ഷണം നൽകുകയും മദീനയിൽ നിന്ന് പുറത്താക്കുമ്പോൾ കഴിയുന്നത്രയും സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം നൗസുബില്ല ബലാത്കാരമായിരുന്നുവെങ്കിൽ മദീനയിലെ യഹൂദികൾ കൂടെ കൂടെ ഉടമ്പടികൾ ലംഘിക്കുമ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം രക്തച്ചൊരിച്ചൽ ആയിരുന്നുവെങ്കിൽ ബനു കൈനുക്കാക്കും ബനു നദീറിനും ജീവൻ സംരക്ഷണം നൽകിക്കൊണ്ട് അഭയം നൽകിക്കൊണ്ട് ഒരിക്കലും സുരക്ഷിതമായി മദീനയിൽ നിന്ന് പോകാൻ അനുവാദം നൽകില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം സമ്പത്തും സ്വത്തും സമ്പാദിക്കലായിരുന്നുവെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ മൂലധനമുള്ളവരായി കരുതപ്പെട്ടിരുന്ന ബനു നദീർ ഗോത്രത്തിനൊരിക്കലും സ്വർണവും വെള്ളിയും പാത്രങ്ങളിലും വലിയ വലിയ സഞ്ചികളിലും നിറച്ച് മദീനയിലെ ആളുകൾക്ക് മുന്നിലൂടെ പ്രദർശിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ യഹൂദികളോട് പെരുമാറിയത് വെച്ച് നോക്കിയാൽ അവർ ഖൈബറിൽ താമസമാക്കിയതിനു ശേഷം ഇസ്ലാമിനും ഇസ്ലാം സ്ഥാപകർക്കും അനുകൂലമായി രഞ്ജിപ്പിനും സമാധാനത്തിനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം മദീനയിലെ കുറേ യഹൂദികൾ ഖൈബറിൽ പോയി താമസമാക്കിയിരുന്നു. ഖൈബർ നേരത്തെ തന്നെ ഒരു വലിയ യുദ്ധശക്തിയായിരുന്നു. ഇപ്പോഴത് മുസ്ലിങ്ങൾക്കെതിരിൽ ഭയാനകമായ ഗൂഢാസൂത്രങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ ഖൈബറിലെ യഹൂദികൾ തന്നെയായിരുന്നു വലിയ വലിയ യഹൂദി മൂപ്പന്മാരടങ്ങുന്ന ഒരു വലിയ സംഘവുമായി വന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളെ കാണാൻ മക്കയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ അസ്തിത്വത്തെയും ഇസ്ലാമിനെയും ഇല്ലാതാക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. അവരെ അനുകൂലമാക്കിയതിനു ശേഷം വിവിധ ഗോത്രങ്ങളിൽ സംഘങ്ങൾ പോവുകയും ചെയ്തു. 15,000 ആളുകളുടെ ഒരു വലിയ സൈന്യത്തെ തയ്യാറാക്കി
അതായത് അന്നത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് മദീനയ്ക്കെതിരെ ആക്രമണം നടത്താനെത്തി. ഇത് ഇസ്ലാമിക് ചരിത്രത്തിൽ അഹ്സാബ് അഥവാ ഖന്തക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇസ്ലാമിനോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രത്യേക പിന്തുണയും സഹായവുമില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ സഹിതം അന്ന് മദീനയും നാമാവശേഷമാകുമായിരുന്നു. ഈ എല്ലാ ഗൂഢപദ്ധതികളുടെയും നേതൃത്വം ഖൈബറിലെ യഹൂദികൾക്കായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അവർ എല്ലാ സമയത്തും മുസ്ലിങ്ങൾ ഇല്ലാതാക്കാനുള്ള തീവ്രശ്രമത്തിലുമാണ്. മദീനയിലുണ്ടായിരുന്ന ബനു ഖുറൈദയുടെ ഉടമ്പടി ലംഘനത്തിന് അവർക്ക് ലഭിച്ച ആദ്യത്തെ ശക്തമായ ശിക്ഷയും ഖൈബറിലെ യഹൂദികൾക്ക് തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതിന് കാരണമായില്ല. അതുകൊണ്ട് ഇനി ഉടമ്പടി ലംഘിക്കുന്നവരും ഗൂഢാസൂത്രണക്കാരുമായ ഈ സമൂഹത്തിനെതിരെ നേരിട്ട് എന്തെങ്കിലും ചുവടുകൾ എടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രദേശം സമാധാനത്തിനായി തുടരുകയുള്ളൂ. ഓരോരുത്തർക്കും തങ്ങളുടെ സ്ഥലത്ത് സമാധാനത്തോടെയും ഭയമില്ലാതെയും തങ്ങളുടെ മതത്തെയും കർമ്മങ്ങളെയും അനുഷ്ഠിക്കുന്നതിനും കഴിയുകയുള്ളൂ. യക്കൂനു ദീനുള്ള, അതായത് ദീൻ അള്ളാഹുവിന് മാത്രമാകണം. അതിൽ യാതൊരു തരത്തിലുള്ള ബലാത്കാരവും പാടില്ല. കാരണം അത് അള്ളാഹുവും അവൻ്റെ ദാസനും തമ്മിലുള്ള ബന്ധമാണ്. വളരെ സുപ്രസിദ്ധ പാശ്ചാത്യ യാഥാസ്ഥികനായ മണ്ടക് മരി വാട്ഷ് ഇസ്ലാമിനും ഇസ്ലാം മത സ്ഥാപകർക്കുമെതിരിൽ വിഷം ചീറ്റുന്നതിൽ ഒരിക്കലും അമാന്തിക്കാറില്ല. ഇയാളും തന്നെ ഗ്രന്ഥത്തിൽ എഴുതുന്നു. അതിൻ്റെ വിവർത്തനം ഇപ്രകാരമാണ്: ഖൈബറിനെ ആക്രമിക്കാനുള്ള നേർക്ക് നേരെയും ലളിതവുമായ ഒരു കാരണം എന്തെന്നാൽ അവർ, അതായത് ഖൈബറുകാർ, തങ്ങളുടെ സമ്പത്ത് ഇഷ്ടം പോലെ ചെലവഴിച്ചുകൊണ്ട് തങ്ങളുടെ അയൽപക്കത്തുള്ള അറബികളെ മുസ്ലിങ്ങൾക്കെതിരെ ആയുധങ്ങൾ കൊടുത്ത് ഇളക്കിവിടുകയായിരുന്നു. അതുകൊണ്ട് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഖൈബറിനെ ആക്രമിക്കുന്നതിന് തീരുമാനമെടുത്തതിൻ്റെ പ്രധാന പശ്ചാത്തലം. അല്ലാമ ഇബ്നു സഅദ് എഴുതുന്നു, ഖൈബർ യുദ്ധം ഹിജ്രി 7-ാം വർഷം ജമാദിയിൽ ഊലാ മാസത്തിലാണ് ഉണ്ടായത്. അതേസമയം ഇബ്നു ഉഖബയുടെയും അല്ലാമ ഇബ്നു ഇസാഖിൻ്റെയും വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസം ഹുദൈബിയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഏകദേശം 20 രാത്രി തങ്ങുകയുണ്ടായി. പിന്നെ ഖൈബറിലേക്ക് തിരിച്ചു. ഇത് മുഹറം മാസത്തിലായിരുന്നു. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തുമുൻ നബീനിൽ ബാക്കിയുള്ള ശീർഷകങ്ങൾക്ക് നൽകിയ കുറിപ്പുകളിൽ ഈ ഖൈബർ യുദ്ധം ഹിജ്രി 7-ാം വർഷം മുഹറം സഫർ മാസങ്ങളിലാണെന്ന് പറയുന്നു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയിൽ നിന്ന് തിരിച്ചു വന്നു. ഏകദേശം 5 മാസത്തിന് ശേഷം ഒരു തീരുമാനമെടുത്തു. അതായത് മദീനയുടെ ഏതാനും കാതം അകലെയുണ്ടായിരുന്ന ഖൈബറിലെ യഹൂദികൾ അവിടെയിരുന്ന് അവർ മദീനയ്ക്കെതിരെ വളരെ എളുപ്പത്തിൽ ഗൂഢതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ അവരെ അവിടെ നിന്ന് പുറത്താക്കേണ്ടതാണ്. അങ്ങനെ 1600 സഹാബാക്കളോടൊപ്പം ക്രിസ്താബ്ദം 628 ആഗസ്റ്റ് മാസത്തിൽ ഖൈബറിലേക്ക് പുറപ്പെട്ടു. ചില ചരിത്രകാരന്മാർ ഹുദൈബിയ സന്ധിക്ക് 5 മാസത്തിന് ശേഷം ഇത് നടന്നതായി വിവരിക്കുന്നു. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പഠനത്തിന് ആമുഖം എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചതും ഇതുതന്നെയാണ്. അതേസമയം ഭൂരിഭാഗം ചരിത്രകാരന്മാരും ഹദീസ് പടുക്കളും ഹുദൈബിയ സന്ധിക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുഹറം മാസത്തിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും ഇത് സംബന്ധിച്ച് ഇങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വല്ലാഹു ആലം. അടിസ്ഥാനപരമായി ഹുദൈബിയ സന്ധി ഒരു വലിയ വിജയമായിരുന്നു. വിശുദ്ധ ഖുർആനും അതിനെ ഒരു മഹത്തായ വിജയമായിട്ടാണ് ഉദ്ധരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, തീർച്ചയായും നാം നിനക്ക് ഒരു മഹത്തായ വിജയം നൽകിയിരിക്കുന്നു. ഇത് ഒരു വലിയ വിജയത്തിൻ്റെ കവാടമായിരുന്നു. അതിലൂടെ കടന്നുകൊണ്ടാണ് ഖൈബറും മക്കയും പോലെയുള്ള മഹത്തായ വിജയങ്ങൾ ലഭിച്ചത്. വാസ്തവത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നത് അതാണ്. ഹുദൈബിയ സന്ധിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലാണ് സൂറ ഫത്ത് ഇറങ്ങിയത്. ഈ സൂറത്തിൽ ഖൈബർ വിജയത്തെപ്പറ്റി സുവാർത്തയും നൽകപ്പെട്ടിരുന്നു. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇസ് യുബായിഊനക തഹത ശജറത ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം വഅസാബഹും ഫതൻ ഖരീബ വമഗാനിമ കസീറതൻ യാഖുദൂനഹാ
वकान अल्लाह अज़ीज़न हकीमा वादकुमुल्लाहु मगानिमा कसीरतन ताख़ुज़ूनहा वअज्जल लकुम हाज़ि. തീർച്ചയായും അള്ളാഹു വൃക്ഷച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് അനുസരണ പ്രതിജ്ഞ ചെയ്തിരുന്നപ്പോൾ അവരെക്കുറിച്ച് തൃപ്തരായിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവനറിയുന്നു. അങ്ങനെ അള്ളാഹു അവർക്ക് സമാധാനമിറക്കുകയും അവർക്ക് ഒരു സമീപസ്ഥ വിജയം നൽകുകയുമുണ്ടായി. അവർ സ്വരൂപിച്ചിരുന്ന ഒരുപാട് യുദ്ധമുതലുകളും നൽകപ്പെട്ടു. അള്ളാഹു സമ്പൂർണ്ണ പ്രതാപവാനും യുദ്ധജ്ഞനുമാകുന്നു. അള്ളാഹു നിങ്ങൾക്ക് ധാരാളം യുദ്ധമുതലുകൾ നിങ്ങൾ സ്വായത്തമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇത് നിങ്ങൾക്ക് അവൻ ഉടൻ തന്നെ തരികയുണ്ടായി. സൈന്യത്തിൻ്റെ തയ്യാറെടുപ്പും മദീനയിൽ പിൻഗാമിയെ നിശ്ചയിക്കുകയും സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പോകുന്നതിന് വേണ്ടി വിളംബരപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഹുദൈബിയ സന്ധിയുടെ അവസരത്തിലുണ്ടായിരുന്നവർ മാത്രം പുറപ്പെട്ടാൽ മതി. ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമരാർജിത സ്വത്ത് ആഗ്രഹിക്കുന്നവരാരും എൻ്റെ കൂടെ പുറപ്പെടേണ്ടതില്ല. ജിഹാദിനോട് താല്പര്യമുള്ളവർ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. ഇബ്നു ഹിഷാമിൻ്റെ വിവരണപ്രകാരം നമീല ബിൻ അബ്ദുള്ള ലൈസിയെ മദീനയിൽ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. ഇമാം ബുഖാരിയുടെ വിശദീകരണത്തിൽ സബാ ബിൻ ഉർഫയെ പിൻഗാമിയായി നിയമിച്ചു എന്ന് കാണുന്നു. അല്ലാമ ഇബ്നു ഇസാഖും ഇബ്നു സഅദും വിവരിക്കുന്നു, ഏറ്റവും ആദ്യം ഖൈബർ യുദ്ധത്തിലെ പതാകയെ സംബന്ധിച്ചുള്ള പരാമർശം കാണുന്നുണ്ട്. ഇതിനു മുമ്പ് ചെറിയ പതാകകളാണ് ഉണ്ടായിരുന്നത്. ഹദ്രത്ത് അബൂബക്കറിനും ഹദ്രത്ത് ഉമറിനും ഹദ്രത്ത് ഖബ്ബാബ് ബിൻ മൻസറിനും ഹദ്രത്ത് സഅദ് ബിൻ ഉബാദയ്ക്കും പതാകകൾ നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയുടെ നിറം കറുപ്പായിരുന്നു. ഇത് ഹദ്രത്ത് ആയിഷയുടെ ഷാൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിൻ്റെ പേര് ഉക്കാബ് എന്നായിരുന്നു. ഈ കൊടിയാണ് ഹദ്രത്ത് ഖബ്ബാബ് ബിൻ മൻസറിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. നിവേദനത്തിൽ ഹദ്രത്ത് അലിക്കും ഒരു കൊടി കൊടുത്തതായി പറയുന്നുണ്ട്. എന്നാൽ അത് ഖൈബറിൽ വെച്ചായിരുന്നു നൽകപ്പെട്ടത്. കാരണം ഹദ്രത്ത് അലി നബിയുടെ കൂടെ പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് കണ്ണുദീനമായിരുന്നു, ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും പിന്നീട് അസ്വസ്ഥനായി അദ്ദേഹം പുറപ്പെടുകയും ഖൈബറിൽ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് അവിടെ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ യാത്രയിൽ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്രത്ത് ഉമ്മു സൽമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് 6-7 സഹാബിയാത്തും ഈ ഉദ്യമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പോയിരുന്നു. മറ്റൊരു നിവേദനമനുസരിച്ച് 20 സഹാബിയാത്ത് ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് കാണുന്നു. ഹദ്രത്ത് ഉമ്മെ സിനാൻ അസ്ലമിയ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി പറഞ്ഞു, അനുമതി നൽകുകയാണെങ്കിൽ ഞാനും കൂടെ വരുന്നതാണ്. ഞാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങൾ വൃത്തിയാക്കുന്നതും സൈന്യത്തിൻ്റെ സാധനങ്ങൾ സംരക്ഷിക്കുന്നതും ആരെങ്കിലും രോഗിയാവുകയോ പരുക്കേൽക്കുകയോ ചെയ്താൽ അവരെ ശുശ്രൂഷിക്കുന്നതുമാണ്. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അനുമതി നൽകുകയുണ്ടായി. അതുപോലെ ബനു ഗഫാറിലെ ചില സ്ത്രീകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നതും മുജാഹിദീങ്ങളെ ഞങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് സഹായിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കും അനുമതി നൽകുകയും അവർക്ക് അനുഗ്രഹമുണ്ടാകാൻ ദുആ ചെയ്യുകയുമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും തയ്യാറാകുന്നു എന്ന് മദീനയിലെ യഹൂദികൾക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ അവർക്ക് അത് വളരെ അസ്വസ്ഥതയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ പ്രവേശിക്കുകയാണെങ്കിൽ ബനു കൈനുക്കായും ബനു നദീറും ബനു ഖുറൈസിയും നശിപ്പിക്കപ്പെട്ടതുപോലെ ഖൈബറും നശിപ്പിക്കപ്പെടുമെന്ന് അവർ കരുതി. മദീനയിൽ സാമ്പത്തിക ശേഷിയുള്ള യഹൂദികൾ ഉണ്ടായിരുന്നു. മദീനയിലെ മുസ്ലിങ്ങൾ സാമ്പത്തിക ഞെരുക്കം കാരണം അവരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഖൈബറിലെ യഹൂദികളുടെ പ്രയോജനത്തിനു വേണ്ടി മദീനയിലെ യഹൂദികൾ മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കാനും യുദ്ധത്തിൽ നിന്ന് അറിയുന്നതിന് വേണ്ടി എത്രയും വേഗം
തങ്ങളുടെ കടങ്ങൾ തിരിച്ചു ചോദിക്കാനും തുടങ്ങി. ഒരു സഹാബിയുടെ സംഭവത്തിൽ പറയുന്നു, ഹദ്രത്ത് ഇബ്നു അബി ഹദ്രത്ത് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ഒരു യഹൂദിയായ അബൂ ഷഹമിന് 5 ദിർഹം, ഒരു നിവേദനമനുസരിച്ച് 4 ദിർഹം കൊടുക്കാനുണ്ടായിരുന്നു. യഹൂദി അത് ഇബ്നു അബി ഹദ്രത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അയാളോട് പറഞ്ഞു, എനിക്ക് സാവകാശം തരൂ, ഞാൻ ഖൈബറിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം ഇൻഷാ അല്ലാ നിന്റെ കടം വീട്ടുന്നതാണ്. കാരണം അള്ളാഹു അവൻ്റെ നബിയോട് ഖൈബറിൽ അദ്ദേഹത്തിന് സമരാജിത സ്വത്തുക്കൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബൂ ഷഹം യഹൂദി അസൂയും വെറുപ്പും കാരണം അദ്ദേഹത്തോട് പറഞ്ഞു, ഖൈബർകാരോട് യുദ്ധം ചെയ്യുന്നത് സാധാരണ നാട്ടുംപുറത്തുകാരോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണെന്ന് നിങ്ങൾ കരുതിയോ? തൗറാത്താണ് സത്യം. അവിടെ 10,000 യുദ്ധ നിപുണന്മാരുണ്ട്. അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി തങ്ങളുടെ കാര്യം അവതരിപ്പിച്ചു. ആ സമയത്ത് യുദ്ധത്തിൻ്റെ അടിയന്തര ഘട്ടമായിരുന്നു. യഹൂദി പക്ഷപാതത്തിൻ്റെ പരമസീമയിലെത്തി ഖൈബറിനെ പിന്തുണയ്ക്കുകയും അവരുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും മുസ്ലിം സൈന്യത്തെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധിപനായിരുന്നു. യഹൂദിക്ക് എന്തെങ്കിലും ശിക്ഷ ലഭിക്കാമായിരുന്നു. എന്നാൽ അങ്ങേയറ്റത്ത് ക്ഷമയുടെയും സ്ഥൈര്യത്തിൻ്റെയും നീതിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മാതൃകയാണ് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഹൂദിയുടെ അവകാശം അയാൾക്ക് കൊടുക്കുക എന്ന് കൽപ്പിച്ചു. ഇബ്നു അബി ഹദ്രത്ത് പറഞ്ഞു, അങ്ങേ സത്യവുമായി അയച്ച നാഥനാണ് ഈ സത്യം. ഈ സമയത്ത് അയാളുടെ അവകാശം കൊടുത്തു തീർക്കാൻ എനിക്ക് കഴിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയായാലും അത് കൊടുത്തു വീട്ടുക. ഇബ്നു അബി ഹദ്രത്ത് വിവരിക്കുന്നു, ഞാൻ എൻ്റെ തലപ്പാവ് അഴിച്ചു, അതിനെ അരയിൽ കെട്ടി, അങ്ങനെ എൻ്റെ ഉടുമുണ്ട് അഴിച്ചു, അങ്ങാടിയിൽ അത് വിൽക്കുകയും അതുകൊണ്ട് അയാളുടെ അവകാശം കൊടുത്തു വിട്ടുകയും ചെയ്തു. ഞാൻ മറ്റൊരു വസ്ത്രം അണിഞ്ഞു. രണ്ടാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഷാളായിരുന്നു. അത് സൽമ ബിൻ അസ്ലം, മറ്റൊരു നിവേദനമനുസരിച്ച് ഒരു വൃദ്ധയായ സഹാബിയ അദ്ദേഹത്തിന് കൊടുത്തതാണ്. എല്ലാ സംഭവങ്ങളും സംബന്ധിച്ചറിഞ്ഞപ്പോൾ അവരത് സമ്മാനമായി നൽകിയതായിരുന്നു. അള്ളാഹുവിൻ്റെ വിധി നോക്കുക. ഖൈബറിൽ ഈ സഹാബിക്ക് സാമ്രാജ്യ സ്വത്തുക്കൾ കിട്ടി. അതിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അത് അബൂ ഷഹം യഹൂദിയുടെ കുടുംബക്കാരിയായിരുന്നു. പിന്നെ അദ്ദേഹം ആ സ്ത്രീയെ ഈ യഹൂദിക്ക് തന്നെ വിൽപ്പന നടത്തുകയുണ്ടായി. ഖൈബറിലേക്ക് പുറപ്പെട്ടതിൻ്റെ വാർത്തകൾ മദീനയിലെ യഹൂദികൾ മുസ്ലിങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ മുസ്ലിങ്ങളോട് വെറുപ്പും വിദ്വേഷവും പക്ഷപാതിത്വവും പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അശ്ശ ഗോത്രത്തിലെ ഒരു ഗ്രാമീണനെ വാടകയ്ക്കെടുത്ത് ഉടൻ തന്നെ ഈ വാർത്ത, അതായത് മുസ്ലിങ്ങൾ ഖൈബറിലേക്ക് യുദ്ധത്തിന് തയ്യാറാകുന്നുവെന്നും മറ്റു വിവരങ്ങളും നൽകി അയക്കുകയുണ്ടായി. അതോടൊപ്പം മുസ്ലിങ്ങൾക്കെതിൽ ഉറച്ചു നിന്ന് പോരാടണമെന്ന് സന്ദേശവും കൊടുത്തയച്ചിരുന്നു. മുസ്ലിങ്ങളുടെ എതിരാളികൾക്ക് ഏതെങ്കിലും ചാരപ്പണിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കീങ്ങൾ ഈ കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ മുനാഫിക്കീങ്ങളുടെ നേതാവായ അബ്ദുല്ലാ ബിൻ ഉബയ്യ് ബിൻ സുലൂൽ നിശബ്ദനായിരുന്നില്ല. മറിച്ച് തൻ്റെ ഒരു സഹായി മുഖേന ഒരു കത്ത് ഖൈബറിലെ യഹൂദികൾക്ക് അയക്കുകയുണ്ടായി. അതിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. രക്ഷപ്പെടുന്നതിനുള്ള ഉപായങ്ങൾ മെനഞ്ഞുകൊള്ളുക. നിങ്ങളുടെ സ്വത്തുക്കൾ കോട്ടയ്ക്കുള്ളിൽ അടക്കി വയ്ക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധത്തിന് മൈതാനത്തേക്ക് വരിക. അദ്ദേഹത്തെ ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം വളരെ ചെറുതാണ്. അവരുടെ പക്കൽ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമാണുള്ളത്. ഇത് സംബന്ധിച്ച് യഹൂദികൾക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ അവരുടെ നേതാക്കന്മാർ കൂടിയാലോചന നടത്തി. ഈ കൂടിയാലോചനയിൽ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചും കാണപ്പെടുന്നുണ്ട്. പറയുന്നു, മുസ്ലിം സൈന്യത്തിൻ്റെ വരവിനെ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ അവർ ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിൽ ഇസ്ലാമിക സൈന്യത്തെ നേരിടുന്നത് സംബന്ധിച്ച് അഭിപ്രായം ആരായുകയുണ്ടായി. ഈ ചർച്ചയിൽ യഹൂദികളുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. ഒരു സംഘം യഹൂദികൾ
കോട്ടയുടെ 4 അതിനുള്ളിലിരുന്ന് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിങ്ങൾ അവസാനം പ്രയാസപ്പെട്ട് ഉപരോധം ഒഴിവാക്കുന്നതാണ്. പക്ഷേ ഖൈബറിലെ വളരെ പ്രസിദ്ധനായ യോദ്ധാവ് മർഹബിൻ്റെ സഹോദരൻ അബൂ സൈനബ് പറഞ്ഞു, കോട്ടയ്ക്കുള്ളിലിരുന്ന് യുദ്ധം ചെയ്യുന്നതിന് പകരം പുറത്ത് മൈതാനത്തേക്കിറങ്ങി യുദ്ധം ചെയ്യേണ്ടതാണ്. കാരണം ഇതിനു മുമ്പ് മദീനയിലെ യഹൂദികൾ അകത്തിരുന്ന് യുദ്ധം ചെയ്തതിൻ്റെ പരിണിതി കണ്ടവരാണ്. അതിൽ മുസ്ലിങ്ങൾക്കാണ് വിജയമുണ്ടായത്. എന്നാൽ ആദ്യത്തെ സംഘം ഈ അഭിപ്രായത്തെ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കോട്ടകൾ അവരുടെ കോട്ടകളേക്കാൾ വളരെ സുഭദ്രമാകുന്നു. മൂന്നാമതൊരു അഭിപ്രായം വന്നത് ഇതിനേക്കാൾ കൂടുതൽ അഹങ്കാരം നിറഞ്ഞതായിരുന്നു. അത് യഹൂദികളുടെ ഭാഗത്ത് നിന്ന് ആർജവമുള്ളതായിരുന്നു. അത് ഖൈബറിലെ സൈന്യങ്ങളുടെ സേനാധിപനായ സലാം ബിൻ മഷ്കമിൻ്റെതായിരുന്നു. അയാൾ പറഞ്ഞു, നമ്മൾ മദീനയെ ആക്രമിക്കണം, നമ്മളെല്ലാ കൂട്ടുകാരും ഒരുമിച്ച് കൂടി മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം. ഭൂരിഭാഗം ആളുകളും അയാളുടെ അഭിപ്രായത്തോട് യോജിച്ചു. എന്നാൽ ഖൈബറിലെ വലിയ നേതാവായ കിനാന ബിൻ അബി ഹക്കീക്ക് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കോട്ടകൾ യസ്രിബിലെ കോട്ടകളെ പോലെയല്ല. അഹങ്കാരത്തിൻ്റെയും വിദ്യാഭിമാനത്തിൻ്റെയും ഇതായിരുന്നു അവസ്ഥ. പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരാൻ ധൈര്യം കാണിക്കുന്നതല്ല. എല്ലാ നേതാക്കന്മാരും യോജിച്ചത് ഒരു സൈന്യത്തെ തയ്യാറാക്കി തൊട്ടടുത്തുള്ള യോദ്ധാക്കളുടെ ഗോത്രങ്ങളിലേക്ക് പറഞ്ഞുവിടുകയും അവരോട് സൈനിക സഹായം തേടാമെന്നുമാണ്. അങ്ങനെ 14 പേരടങ്ങുന്ന സംഘത്തെ തയ്യാറാക്കി. അതിന് നേതൃത്വം ചില നിവേദനങ്ങൾ അനുസരിച്ച് യഹൂദി നേതാവായ കിനാന സ്വയം ഏറ്റെടുത്തു. ഈ സംഘം ബനു അസദ്, ഗത്ഫാൻ, മറ്റു ഗോത്രങ്ങൾ എന്നിവയിലേക്ക് പോയി. ഖൈബറിലെ ഉൽപാദനത്തിൻ്റെ പകുതി നൽകാമെന്ന നിബന്ധനയിൽ സൈനിക സഹായം തേടി. ബനു മർറ ഗോത്രം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി അവരെ സഹായിക്കുന്നത് നിരാകരിച്ചു. അതേസമയം ബനു അസദ്, ഗത്ഫാൻ തുടങ്ങിയ യോദ്ധാക്കളുടെ ഗോത്രങ്ങൾ 1000 ആയുധധാരികളായ സൈന്യവരടങ്ങുന്ന സംഘത്തെ എത്രയും പെട്ടെന്ന് അയക്കുകയുണ്ടായി. 4000 പേരുടെ മറ്റൊരു സംഘത്തെ അയക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തു. ഏതായാലും കുറെ കൂടി വിശദീകരണങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഇനി ഞാൻ ചില മർഹൂമിയങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആദ്യത്തെ അനുസ്മരണം മണ്ഡി ബഹാവുദ്ദീൻ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് സാഹിബ് ഇബ്നു മുഹമ്മദ് ബക്ഷ് സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് 3 പെൺമക്കളും 6 ആൺമക്കളുമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ കാശിഫ് ജാവേദ് ഇപ്പോൾ സെനഗലിൽ ആക്ടിംഗ് മിഷണറി ഇൻചാർജും അമീറുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിതാവിന് ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ മകൻ തന്നെയാണ് മുറബിയായിട്ടുള്ളത്. അദ്ദേഹം എഴുതുന്നു, എൻ്റെ പിതാവ് വളരെ ലളിത ജീവിതത്തുടമയും സൽസ്വഭാവിയും ദൈവഭക്തനുമായിരുന്നു. അഹമ്മദിയത്തിനോടും ഖിലാഫത്തിനോടും അഗൈതവുമായ സ്നേഹമുണ്ടായിരുന്നു. കുടുംബത്തിൽ ഏക അഹമ്മദിയുമായിരുന്നു. എപ്പോഴും അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് കിട്ടിയതെല്ലാം അഹമ്മദിയത്ത് മുഖേന കിട്ടിയതാണ്. മക്കളെയും ഇങ്ങനെ തന്നെ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു, എപ്പോഴും അഹമ്മദിയത്തുമായും ഖിലാഫത്തുമായും ചേർന്ന് നിൽക്കേണ്ടതാണ്. പറയുന്നു, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ മുഹമ്മദ് അസം സാഹിബ് 1968 സർഗോദയുടെ അടുത്തുള്ള ഗ്രാമമായ ബാപ്ഡയിൽ നിന്ന് ബയ്യത്ത് ചെയ്തത്. പറയുന്നു, ആ സമയത്ത് എൻ്റെ പിതാവും അഹമ്മദിയാവുകയുണ്ടായി. മാതാവ് മുഖേനുള്ള ഏക സഹോദരനും അഹമ്മദിയായി. മെട്രിക്കിന് ശേഷം ഗ്രാമത്തെ ഒഴിവാക്കി മണ്ഡി ബഹാദൂരിലേക്ക് ഷുഗർ മില്ലിൽ ജോലി ചെയ്യാനെത്തി. അവസാനം വരെയും അവിടെ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. പ്രായാധിക്യമുണ്ടായിട്ടും വലിയ താല്പര്യത്തോടെ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പിന്നെ എത്രത്തോളം അതിനോട് താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ മാസവും 1-2 തവണ പൂർണ്ണമായും ഓതി തീർക്കുകയും ചെയ്തിരുന്നു. റമദാനിൽ 2-3 പ്രാവശ്യം കത്ത് തീർത്തിരുന്നു. സാധു ജനങ്ങളെ പ്രത്യേകം സഹായിക്കുമായിരുന്നു. അദ്ദേഹത്തിനടുക്കൽ വരുന്നവരെ ആരെയും വെറും കൈയോടെ മടക്കിയിരുന്നില്ല. മകൻ മുറബി പറയുന്നു, അള്ളാഹു തരുന്നതെല്ലാം
നിന്നെ വഖഫ് ചെയ്തത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. മറ്റൊരു മകൻ മുബഷിർ ജാവേദ് പറയുന്നു, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാൽ സെക്രട്ടറിയാണ്. എപ്പോഴും പിതാവ് ചന്തയുടെ കാര്യത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളാകുന്നു. പെൻഷൻ കിട്ടുമ്പോൾ വർഷം മുഴുവനുള്ള ചന്ത കൊടുത്തു തീർക്കുമായിരുന്നു. മരണവേളയിലും തൻ്റെ ചന്ത മുഴുവൻ കൊടുത്തു തീർത്തോ ഇല്ല എന്ന ആശങ്കയായിരുന്നു. അള്ളാഹു വഫാത്തിന് മുമ്പ് എല്ലാ ചന്തയും കൊടുത്തു തീർക്കാൻ അവസരം നൽകി എന്നതിൽ വലിയ കൃതജ്ഞതയുള്ള ആളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകുമാറാകട്ടെ. രണ്ടാമത്തെ അനുസ്മരണം ഹബീബ് മുഹമ്മദ് ഷാത്രി സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം കെനിയയിലെ സെക്കൻഡ് അമീറായിരുന്നു. മുഹമ്മദ് ഹബീബ് ഷാത്രി സാഹിബിൻ്റെ മകനുമാണ്. ഇദ്ദേഹം അറബ് സ്വദേശിയായിരുന്നു. കഴിഞ്ഞ ദിവസം 56-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതൻ മൂസിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ മാതാപിതാക്കളെ കൂടാതെ ഭാര്യയും 3 മക്കളുമുണ്ട്. കെനിയ ജമാഅത്ത് അമീർ മുഹമ്മദ് താഹിർ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കൾ യമനുമായി ബന്ധമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹബീബ് ഷാത്രി സാഹിബ് 1982 ആഗസ്റ്റ് മാസത്തിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. വളരെ ആത്മാർത്ഥതയുള്ള അഹമ്മദിയായിരുന്നു. പരേതൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിരുന്നു. പിതാവിൻ്റെ ബൈഅത്തിന് കുറച്ചു കാലത്തിന് ശേഷം ഇദ്ദേഹവും ബൈഅത്ത് ചെയ്തു. അദ്ദേഹം ബൈഅത്ത് പ്രതിജ്ഞ മരണം വരെയും നല്ലപോലെ നിറവേറ്റി. അടിസ്ഥാന വിദ്യാഭ്യാസം മുംബാസിയിൽ നിന്ന് കരസ്ഥമാക്കി. വളരെ സമർത്ഥനും പ്രാപ്തനുമായ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിൽ നിന്ന് കുറച്ചു കാലം അദ്ദേഹത്തെ ഫ്രാൻസിലും പഠനത്തിന് വേണ്ടി അയക്കുകയുണ്ടായി. എപ്പോഴും ഖിലാഫത്തുമായുമുള്ള കൂടിക്കാഴ്ചയുടെ സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യ അനുഭവങ്ങളായി വിവരിക്കുമായിരുന്നു. എന്നെയും കണ്ടിട്ടുണ്ട്. വിവിധ രീതിയിൽ ജമാഅത്തിന് സേവനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. മരണവേളയിൽ നാഷണൽ താലീം സെക്രട്ടറിയായും കെനിയയുടെ സെക്കൻഡ് നായിബ് അമീറുമായും സേവനം ചെയ്യുകയായിരുന്നു. അദ്ദേഹം തുടരുന്നു, എനിക്ക് അദ്ദേഹത്തെ 20 വർഷമായി അറിയാം. ജമാഅത്തിന് സേവനം ചെയ്യുന്ന വാക്കിഫീങ്ങളെ വളരെ ആദരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ചെയ്തു തീർത്തിരുന്നു. ഒരിക്കലും ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളും ദൈവിക അടയാളങ്ങളും അതിരുകളും വളരെ ശ്രദ്ധിക്കുന്നയാളും ചന്തകളിൽ കൃത്യതയുള്ള ആളുമായിരുന്നു. നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമയും ദരിദ്രരായ ആളുകളെ പരീക്ഷിക്കുന്നയാളും മാതാപിതാക്കളെ അനുസരിക്കുന്നതിലും അവകാശങ്ങൾ നൽകുന്ന ആളും ചെറിയ സഹോദരന്മാരുടെ അവകാശങ്ങൾ നൽകുന്നയാളും നല്ല അഭിപ്രായങ്ങൾ നൽകുന്നയാളും വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയുമായിരുന്നു. വലിയ വലിയ കമ്പനികളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് സാമ്പത്തികമായ വിശാലതയും നൽകിയിരുന്നു. ഭൗതിക തലത്തിൽ വലിയ കച്ചവടക്കാർ, രാഷ്ട്രീയക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, മതപരമായ ആളുകൾ തുടങ്ങിയവരുമായി ബന്ധവുമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും തന്നെ തൻ്റെ അഹമ്മദിയത്ത് അദ്ദേഹം മറച്ചു വെച്ചില്ല. മറിച്ചത് വെളിപ്പെടുത്തി തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനാസയിൽ മുംബാസിയിലെ വളരെയേറെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ സംതൃപ്ത കുടുംബത്തിനും സഹനവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം അനൂപി മദംഗോ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം സിംബാബ്വേയിലെ ഒരു ജമാഅത്ത് സദർ ആയിരുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ് അനൂപി സദർ ജമാഅത്ത് സിംബാബ്വെ എഴുതുന്നു, ഇദ്ദേഹം ആദ്യം സുന്നി മുസ്ലിം ആയിരുന്നു. ജമാഅത്തിനെ എതിർത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇസ്ലാമിനുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആദ്യം മലാവിയിൽ ആയിരുന്നു. അവിടെ താമസിക്കുമ്പോൾ ഒരുപാട് എതിർപ്പുമുണ്ടായി. പിന്നെ സിംബാബ്വേയിലേക്ക് മാറി. ഇവിടെ വന്ന് ഇസ്ലാമിനോടുള്ള സ്നേഹം കാരണം അദ്ദേഹം തൊട്ടടുത്തുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ജമാഅത്തായി നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. മനസ്സിനുള്ളിൽ യഥാർത്ഥ മുസ്ലിം ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് ജമാഅത്തുമായി ബന്ധപ്പെട്ടു. നമ്മുടെ മുറബി സമീഉള്ള സാഹിബുമായി
അദ്ദേഹം വിശദമായ ചർച്ചകൾ നടത്തി. പിന്നെ അവസാനം അഹമ്മദിയത്ത് സ്വീകരിച്ചു. തൻ്റെ പ്രദേശത്തുള്ള ആദ്യത്തെ അഹമ്മദിയായിരുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ടായി. അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ ആളുകൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അവർ ഒരുപാട് കഠിനമായി അദ്ദേഹത്തോട് പെരുമാറി. അദ്ദേഹം ഉണ്ടാക്കിയ സെൻട്രലിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനുള്ള ഉപേക്ഷിക്കേണ്ടി വന്നു. വീട്ടുകാരുമായി വീട്ടിൽ തന്നെ നമസ്കരിച്ചു. ജുമായും ആരംഭിച്ചു. ഏതായാലും അദ്ദേഹം പരാജയം സമ്മതിച്ചില്ല. തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് സന്ദേശം കേട്ടുകൊണ്ട് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. വളരെ നല്ല സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കണ്ട് ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം സാമ്പത്തിക ത്യാഗം ചെയ്യുകയും ഭൂമി വാങ്ങുകയും ഉണ്ടായി. അതിലാദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ജീവിതകാലത്ത് തന്നെ അത് പൂർത്തിയാക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അത് സമയത്ത് മുഴുവനായില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൂറുള്ള സൗമ്യഭാഷിയായ വിശ്വസ്തനായ വ്യക്തിയായിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളെ വളരെ യുക്തിപൂർവ്വം അകറ്റുമായിരുന്നു. ജമാഅത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വ്യക്തിപരമായ നിലയ്ക്കും ആവശ്യക്കാരെ സഹായിച്ചിരുന്നു. വീട് എപ്പോഴും അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ജമാഅത്തുമായി വളരെ ഊഷ്മളമായ ബന്ധമായിരുന്നു. എല്ലാവരെയും ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ഉപദേശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സംതപ്ത കുടുംബത്തിൽ 8 മക്കളുണ്ട്. ഒരു മകൻ ഞാൻ പറഞ്ഞതുപോലെ സിംബാബ്വെ ജമാഅത്ത് സദറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൗത്രൻ കാസിം അനൂബിസ് സിംബാബ്വെയിലെ ജാമ്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദ്യത്തെ കേന്ദ്ര മുബല്ലിഗാകുന്നു. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ തലമുറയിലും ജമാഅത്തിൻ്റെ അധ്യാപനം എപ്പോഴും നിലനിർത്തുകയും അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കാൻ അവസരം നൽകുകയും ചെയ്യുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.